പിച്ചിൽ കുത്തി ഉയർന്ന ബോൾ ബാറ്ററുടെ തലയ്ക്ക് മുകളിലൂടെ സ്റ്റമ്പിൽ കൊള്ളുന്നു. ഇത് ഔട്ടാണോ, വൈഡാണോ, നോ ബോൾ ആണോ? ഈ ചോദ്യങ്ങളാണ് നമ്മളിൽ പലർക്കും ഉണ്ടാവുക. MCC ക്രിക്കറ്റ് നിയമം അനുസരിച്ച് കുത്തി ബാറ്ററുടെ തലയ്ക്ക് മുകളിലൂടെ പോകുന്ന ബോളുകൾ നോ ബോളാണ്. പക്ഷേ ഇന്റർനാഷണൽ കളികളിൽ കുത്തി തലയ്ക്ക് മുകളിലൂടെ പോകുന്ന ബോളുകൾ സാധാരണ വൈഡ് ആണല്ലോ വിളിക്കാറ് എന്ന് പലർക്കും സംശയം തോന്നാം. MCC ക്രിക്കറ്റ് നിയമം എന്ന് പറയുന്നത് ഒരു ബെഞ്ച് മാർക്കാണ്. അതിനെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കുന്ന പ്ലേയിങ് കണ്ടീഷൻസ് അനുസരിച്ചാണ് ക്രിക്കറ്റ് മത്സരങ്ങൾ നടക്കുക. പ്ലേയിങ് കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഒരു പൂർണ്ണ നിയമസംഹിത തന്നെയാണ്. ഇന്റർനാഷണൽ മത്സരങ്ങൾ ICC പ്ലേയിങ് കണ്ടീഷൻസ് അനുസരിച്ചും നമ്മുടെ ഡൊമസ്റ്റിക് മത്സരങ്ങൾ BCCI പ്ലേയിങ് കണ്ടീഷൻസ് അനുസരിച്ചുമാണ് നടക്കാറുള്ളത്. സ്വാഭാവികമായും നമ്മുടെ ലോക്കൽ കളികളിലും ഈ പ്ലേയിങ് കണ്ടീഷൻസ് ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്യാൻ സാധ്യതയുള്ളത്. ഈ പ്ലേയിങ് കണ്ടീഷൻസ് അനുസരിച്ച് കുത്തി തലയ്ക്ക് മുകളിലൂടെ പോകുന്ന ബോളുകൾ വൈഡ് ബോളുകളാണ്. അതുകൊണ്ട് ഈ വീഡിയോയിലെ പോലെ ഒരു ബോൾ കുത്തി തലയ്ക്ക് മുകളിലൂടെ പോയാൽ അത് വൈഡാണ്. എന്നാൽ ആ ബോൾ സ്റ്റമ്പിൽ കൊണ്ടാൽ അത് ഔട്ടുമാണ്. മാത്രമല്ല അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവുമുണ്ട്. ഇത് വൈഡ് ആവുന്നത് അനുവദനീയമായ ബൗൺസറുകൾ കഴിയുന്നത് വരെ മാത്രമാണ്. അനുവദനീയമായ ബൗൺസറുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ബോൾ കുത്തി തലയ്ക്ക് മുകളിലൂടെ വന്ന് സ്റ്റമ്പിൽ കൊള്ളുന്നതെങ്കിൽ അത് നോ ബോൾ ആയിരിക്കും.